أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا والموريات قدحا والمغيرات صبحا وأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بُعْثِرَ ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. إن ربهم بهم يومئذ لخبير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم به يومئذ لخبير.
റബ്ബഹും ബിഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والحاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. إن ربهم بهم يومئذ لخبير. എന്തെങ്കിലും തജ്വീദ് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും എന്നർത്ഥം പറയാം. വൽ ആദിയാത്തി ലബ്ഹ എന്താ പറഞ്ഞോളി. ഒരാളർത്ഥം പറഞ്ഞു നോക്കിയാണേ, നിങ്ങൾ പറഞ്ഞു നോക്കിയാണേ. വൽ ആദിയാത്തി ലബ്ഹ സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ കുതിരകളെ തന്നെ സത്യം. കുളമ്പ് ഉരസിക്കൊണ്ട് തീ പറപ്പിക്കുന്ന കുതിരകളെ തന്നെ സത്യം. പിന്നെ ഫൽ മുഗൈറാത്തി സുബ്ഹ ആക്രമണം നടത്തുന്ന കുതിരകളെ തന്നെ സത്യം. ഫഅസർന ബിഹി നഖഅ പൊടിപടലങ്ങൾ പറത്തിവിടുന്ന ആ കുതിരകളെ തന്നെ സത്യം. ഫവസത്തിന ബിഹി ജംഅ ശത്രു മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന ആ കുതിരകളെ തന്നെ സത്യം. എന്നിട്ട് സത്യം ചെയ്ത് അള്ളാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് മനുഷ്യൻ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്, അങ്ങേറ്റം നന്ദി കെട്ടവനാണ്. വ ഇന്നഹു അലാ ദാലിക ലഷഹീദ് തീർച്ചയായും അതിന് അവൻ തന്നെ സാക്ഷിയാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം തീർച്ചയായും അള്ളാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് സമ്പത്തിനോട് അങ്ങേയറ്റത്തെ താല്പര്യം ഉള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്. അഫല യഅലമു അവൻ മനസ്സിലാക്കുന്നില്ലേ ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ ഖബറുകളിലുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ വഹുസ്സില മാ ഫി സുദൂർ ജനഹൃദയങ്ങളിലുള്ളതൊക്കെ വെളിവാക്കപ്പെടുമ്പോൾ ഇന്ന റബ്ബഹും തീർച്ചയായും അവരുടെ രക്ഷിതാവ് ബിഹിം അവരെപ്പറ്റി യൗമ ഇതിൻ അന്നത്തെ ദിവസം ലഖബീർ സൂക്ഷ്മമായി ജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ്. ഇതിലിപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കുതിരകളുടെ സ്വഭാവം എടുത്ത് അള്ളാഹു നമ്മോട് പറയുന്നത് മനുഷ്യവർഗം നന്ദി കെട്ടവനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അതേപോലെ വ ഇന്നഹു അലാ ദാലിക ലഷഹീദ് അതിന് അവൻ തന്നെ സാക്ഷിയാണ് എന്നതും കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് തീർച്ചയായും അവൻ മനുഷ്യൻ ഹുബ്ബുൽ ഖൈർ ഖൈർ പറഞ്ഞാൽ എന്താ? ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ്. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ? മാല്, സമ്പത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
വ ഇന്നഹു തീർച്ചയായും അവൻ, ആരാണ് അവൻ എന്ന് പറഞ്ഞ് മനുഷ്യൻ, ലിഹബ്ബിൽ ഖൈരി സമ്പത്തിനോട് ഇഷ്ടമുള്ളവനാണ്, ലശദീദ് അങ്ങേയറ്റം കഠിനമായി അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ് മനുഷ്യൻ സമ്പത്തിനോട്. എന്താ അല്ലാഹുത്താല അങ്ങനെ പറയാൻ കാരണം? മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹുത്താല പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് സമ്പത്തിനോടുള്ള താല്പര്യം, സ്നേഹം എന്ന് പറയുന്നത്. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലിമ്രാനിലെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ അർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ് എന്ന് പറയുന്നത് കാണാം. സൂറത്തു ആലിമ്രാനിലെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യന് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണത്? ഹുബ്ബു ഷഹവാത്ത് മിനൻ നിസാ, കുറേ ഇഷ്ടമുള്ള വസ്തുക്കളോടുള്ള ആ മോഹം, ആ സ്നേഹം. ഏതൊക്കെയാണ് ആ ഇഷ്ടമുള്ള വസ്തുക്കൾ? മിനൻ നിസാ സ്ത്രീകൾ, വൽ ബനീൻ മക്കൾ, പിന്നെ മൂന്നാമത് അള്ളാഹ് പറയാം വൽ ഖനാതീരിൽ മുഖന്തറ കൂമ്പാരമായി കൂട്ടിയുണ്ടാക്കപ്പെട്ട സമ്പത്ത്. എന്തിനാൽ? മിനസ്സഹബി വൽ ഫിദ്ദ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കൂമ്പാരമായി വെക്കപ്പെട്ട സമ്പത്തിനോടും മനുഷ്യൻ അങ്ങേയറ്റത്തെ താല്പര്യം, മോഹമുള്ളവനാണ് നാം. പിന്നെ വൽ ഖൈലിൽ മുസവ്വമ മേത്തരം കുതിരകളോട്, പിന്നെ വൽ അൻആം നാക്കാലി വർഗത്തോട്, വൽ ഹർസ് കൃഷിയിടത്തോട്. അപ്പോൾ റബ്ബ് തമ്പുരാൻ നമ്മയൊക്കെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയിൽ അല്ലാഹുത്താല വെച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. സമ്പത്തിനോടും സ്ത്രീകളോടും അതേപോലെ തന്നെ നാക്കാലികളോടും സ്വർണം വെള്ളി പോലുള്ള സമ്പത്തിനോടൊക്കെ ഉള്ള അങ്ങേയറ്റത്തെ താല്പര്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വതുഹിബ്ബൂനൽ മാല, ബാക്കി എന്താ? ഹുബ്ബൻ ജമ്മ. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. നിങ്ങൾ സമ്പത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്, അതിയായി ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യവർഗം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്പത്തിനോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള മോഹം, സ്നേഹം, അത് ചിലപ്പോൾ അങ്ങേറ്റം അത് അതിര് കവിയുമ്പോൾ മനുഷ്യൻ എന്തു ചെയ്യും? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെക്കും. സമ്പത്തിനോട് സ്നേഹമുള്ളതിനോട് സ്നേഹിക്കുക, സമ്പത്തിനോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളതിനല്ല ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. മറിച്ച് ആ സ്നേഹം മൂത്ത് അങ്ങേയറ്റം അതിര് കവിയുമ്പോൾ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്നും മനുഷ്യൻ പിന്നോട്ടടിക്കും. നിങ്ങൾ ഏത് കാര്യം എടുത്തു നോക്കൂ, ദുനിയാവിൽ ഏത് കാര്യം എടുത്തു നോക്കൂ. ഇപ്പം നമ്മൾ ഒരു ജോലിയിൽ അങ്ങോട്ട് മുഴുകുക, അതിലങ്ങേയറ്റം മുഴുകിയാൽ സ്വന്തം വൈഫ് വിളിക്കുന്നുണ്ടാവും എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട്, എന്തോ അപകടമോ മരണമോ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫോൺ എടുക്കൂല. കാരണം എന്താ? ആ ജോലിയിൽ അമിതമായി മുഴുകുന്നത് അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ലേ? അപ്പോൾ ജോലിയിൽ മുഴുകണം, പക്ഷേ അതിലുള്ള അമിതത്വം, അങ്ങേറ്റം ആ മുഴുകൽ എന്താവും? മനുഷ്യന് ചിലപ്പോൾ ആപത്തിലേക്ക് കൊണ്ടെത്തും. ഇതന്നെയാണ് സമ്പത്തും. ഏത് കാര്യം എടുത്താലും സമ്പത്തിൻ്റെ കാര്യത്തിൽ ആർത്തി ഉണ്ടാകും, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അതിര് കവിയുമ്പോൾ മനുഷ്യൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിന്നോട്ടടിക്കും. എന്തൊക്കെ ഉത്തരവാദിത്ത? ചിലപ്പം സമ്പത്തിനു കച്ചവടത്തോടുള്ള ആ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള ആർത്തി കാരണം കൃത്യമായി നമസ്കരിക്കേണ്ട ഉത്തരവാദിത്തം, പിന്നെ നമസ്കാരം ഓന് വൈകിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഇവിടെ ആ സമയം കൂടി കച്ചവടം ചെയ്താൽ ആ സമ്പത്ത് ഇങ്ങോട്ട് വാരിക്കൂട്ടാം എന്നതാണ് അവൻ്റെ ധാരണ. അപ്പോൾ ഈ അമിതമായ ആർത്തി മനുഷ്യൻ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കാൻ. ചില ആളുകളോ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പിന്നോട്ട് പോവുക മാത്രമല്ല, എങ്ങനെങ്കിലും വാരിക്കൂട്ടണം. അത് ചിലപ്പോൾ ഹറാമായ മാർഗത്തിലൂടെ ആയിരിക്കും. ചിലപ്പം പലിശക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റോനെ ആക്രമിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ മോഷണം നടത്തിയിട്ടോ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ, ഏത് ഹറാമിൻ്റെ ഇന്നത് ഹലാലി ഹറാം ഒന്നുമില്ല, ഏതെങ്കിലും മാർഗത്തിൽ കിട്ടുന്ന രൂപത്തിൽ ആ സമ്പത്ത് ശേഖരിക്കാൻ അവൻ തുനിയും. സമ്പത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ
വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം, കുൽ ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഅശീർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ആയത്തുണ്ട്. അഥവാ നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമോ, ലാഭം കിട്ടാതെ മാന്ദ്യം സംഭവിക്കുമോ എന്ന് പറയുന്ന നിങ്ങളുടെ കച്ചവടം, അത് അംവാലുനിക്തറഫ്തുമൂഹ എന്ന് പറയുന്നുണ്ട് അവിടെ. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തിനോടാണ് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമത്തെക്കാളും പ്രവാചകൻ പഠിപ്പിച്ച പാഠത്തെക്കാളും നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഫതറബസു കാത്തിരുന്നോളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമിതമായി സമ്പത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഹറാമിലേക്ക് ചാടിക്കടന്ന് അത് പോകുമ്പോൾ എന്തുണ്ടാവും? അവിടെ വിപത്ത് വരും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഹ്ൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. ഖാല, അദ്ദേഹം പറയാണ്, ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ദുല്ലനി അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. ഒരു പ്രവർത്തനത്തെപ്പറ്റി നിങ്ങൾ, ഒരു സൽക്കർമ്മത്തെപ്പറ്റി, ഒരു കർമ്മത്തെപ്പറ്റി പഠിപ്പിച്ചു തരൂ. അത് ഞാൻ പ്രവർത്തിച്ചാൽ ജനങ്ങളും ഇഷ്ടപ്പെടണം, അള്ളാഹുവും ഇഷ്ടപ്പെടണം, അങ്ങനെയുള്ള ഒരു പ്രവർത്തനം പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ ചോദ്യകർത്താവിന് പഠിപ്പിച്ചു കൊടുത്തത് ഇദ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാഹ്, ദുനിയാവിനോടൊരു വിരക്തി, ഒന്നിനോടും അമിതമായ താല്പര്യമില്ലായ്മ, അങ്ങനെ ജീവിച്ചു നോക്ക്. വദ്ഹബ് ഫീമാ, ജനങ്ങളുടെ അടുത്തുള്ള ഒരുപാട് സമ്പത്തും അനുഗ്രഹമൊക്കെ ഉണ്ടാവും, അതെനിക്ക് കിട്ടണം എന്നില്ല ആർത്തി ഇല്ലാതിരിക്കുക, അതിനോടൊരു വിരക്തി, ഓല കയ്യിലും നോട്ടെ, ഇഞ്ഞ് വാരിക്കൂട്ടണം എന്നെൻ്റെ ആർത്തി വേണ്ട, അങ്ങനെ ജീവിച്ചാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്ന. എപ്പോഴും ജനങ്ങളുടെ വെറുപ്പ് എപ്പോഴാണ്? ഓൻ്റെ കയ്യിലുള്ള സമ്പത്ത് ഏതെങ്കിലും തട്ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും വേഷണിവാക്ക്, ഇപ്പം ജോലി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഓൻ്റെ ആ കസാര തെറിപ്പിച്ച് അത് ഞാൻ നേടിയെടുക്കണ ഒരു സമ്പ്രദായം ഉണ്ടാവും അല്ലേ? അതൊക്കെ എന്തെങ്കിലും തട്ടിപ്പിലൂടെ ആയിരിക്കും. ഇങ്ങനെ മറ്റവൻ്റെ അനുഗ്രഹത്തിൽ ആ അങ്ങേയറ്റത്തെ ആർത്തി പൂണ്ട്, ആ സമ്പത്തിൽ, ആ അനുഗ്രഹത്തിൽ ആർത്തി പൂണ്ട് ഇങ്ങനെ പോയാൽ എന്തുണ്ടാവും? ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പാകും. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാൻ മറ്റുള്ളവൻ്റെ ഹൈറ്, അവൻ്റെ സമ്പത്ത് നോക്കി പോവണ്ട, എനിക്ക് ഹലാലായ മാർഗത്തിൽ എന്താ കിട്ടാൻ മാർഗം എന്ന് നോക്കി പോവുക. എങ്കിൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും, അള്ളാഹുവും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും മനുഷ്യൻ സമ്പത്തിനോട് അങ്ങേയറ്റത്ത് ഇഷ്ടമുള്ളവനാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നോക്കുമ്പോൾ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വൽ ബാക്കിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്, എന്നാൽ സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഏറ്റവും നിലനിൽക്കുന്നത്, ഉത്തമമായിട്ടുള്ളത്, പ്രതീക്ഷയ്ക്ക് വകയുള്ളതും ആ സൽക്കർമ്മമാണ് എന്നുള്ളതാണ്. ദുനിയാവിൽ തന്നെ, പരലോകത്തോടകട്ടെ, ദുനിയാവിൽ തന്നെ നമ്മൾക്ക് പേരും കീർത്തിയും നമ്മളെല്ലാവരും ഓർക്കാൻ പറ്റുന്നത് നമ്മുടെ പണം കൊണ്ട് ആരും നമ്മൾ ഓർക്കൂല, വലിയ പണക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ പണം എന്ന ആ സമ്പത്ത് എന്ന അനുഗ്രഹം കൊണ്ട് നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും നമ്മൾ ഓർക്കും, പരലോകത്തും നമ്മെ ഓർക്കപ്പെടുന്ന എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ബാക്കിയാത്തു സാലിഹാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്ത്, ഈ ഐഹിക ജീവിതത്തിലെ നമ്മുടെ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുമ്പോൾ അതെന്താവും? ദുനിയാവിലും പരലോകത്തിലും നമുക്ക് അതൊരു മുതൽ കൂട്ടാവുന്ന. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ആദം ലൗ കാന ലി ഇബ്നു ആദം, മനുഷ്യന് ഒരു വാദിയം മിനൻ സഹബിൻ, സ്വർണത്തിൻ്റെ ഒരു തായ്വര ഉണ്ടായാൽ ല അഹബ്ബ അൻ യകൂന വാദിൻ ആഖർ അൻ യകൂന ലഹു വാദിന, മറ്റൊരു തായ്വര കൂടി അവനുണ്ടാവാൻ അവൻ താല്പര്യപ്പെടും, ഇഷ്ടപ്പെടുന്ന. വല യംലഉ ജൗഫ ഇബ്നു ആദം ഇല്ല തുറം, മനുഷ്യൻ്റെ വയറ് അത് ഉള്ളു നിറക്കണമെങ്കിൽ മണ്ണിനല്ലാതെ സാധിക്കൂല എന്നുള്ളത്. എന്നാൽ വയത്തൂബുല്ലാഹു അലാമൻ താബ്, പക്ഷാതപിക്കുന്നവരുടെ പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഒരു കൂട്ടുണ്ടാകുമ്പോൾ, ഒരു വലിയ മലയുടെ മുകളോളം പൊങ്ങി നിൽക്കുന്ന സമ്പത്തുണ്ടാകുമ്പോൾ അത്രയും കൂടി കിട്ടാനാണ് ഓൻ താല്പര്യപ്പെടുക. ഇതാണ് മനുഷ്യൻ. കിട്ടിയാലും ഓൻ സംതൃപ്തനാകൂല എന്നുള്ളതാണ്. രണ്ടാമത് കിട്ടുമ്പോൾ വീണ്ടും കിട്ടണം എന്ന ആർത്തിയാണ്. ഇത് മനുഷ്യ സഹജമാണ് എന്നുള്ളതാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം
അദ്ദേഹത്തെ പറ്റി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നഗ്നനായി ഇങ്ങനെ കുളിക്കുക. അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ജറാദ് വെട്ടുകിളി വന്നിട്ട് ഇങ്ങോട്ട് വീണു. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം തൻ്റെ വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ട് ആ വെട്ടുകിളി ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലാക്കാൻ അങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയോട് വിളിച്ചു പറഞ്ഞു, യാ അയ്യൂബ് അലം അഗ്നൈതുക അമ്മാ തറ, ഇപ്പം ജി ചെയ്യണ പണീനേക്കാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്വർണത്തിൻ്റെ അത് പിന്നെ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ, നിന്റെ വസ്ത്രത്തിലേക്കാക്കി നീ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അതിനേക്കാൾ വലിയ ധന്യത നിനക്ക് ഞാൻ തന്നിട്ടില്ല അയ്യൂബെ. ഖാല, പഠിച്ചോനെ, ബല, അതെ, യാ റബ്ബി, വലാക്കിൻ ലാ ഗിനാലി അൻ ബറക്കത്തിക്ക്, നിന്റെ അനുഗ്രഹം ആ ബർക്കത്തിൽ നിന്ന് ഞാൻ ധന്യനല്ല പഠിച്ചോനെ, നിന്റെ കാരുണ്യം, നിന്റെ ബർക്കത്ത് ലഭിക്കാനാണ് പഠിച്ചോനെ ഞാൻ പിന്നെ അത് ഒരുമിച്ച് കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കൊരു പഠിക്കാനുള്ള പാഠം, പ്രവാചകന്മാരായ ആളുകൾ പോലും സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായിരുന്നു, പക്ഷേ അതിര് കവിയാൻ പാടില്ല എന്നതാണ് അതും നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ സമ്പത്തിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പിന്നെ ധാരാളം വിശദീകരിക്കണത് കാണാം. ഒന്ന്, സമ്പത്ത് എന്ന പദം തന്നെ വിശുദ്ധ ഖുർആനിൽ 86 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മാലി എന്ന പദം വിശുദ്ധ ഖുർആനിൽ 86 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ സമ്പത്തിനോടുള്ള പ്രാധാന്യവും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം കൊണ്ടും തന്നെയാണ് 86 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ ബുദ്ധിയില്ലാത്ത പിന്നെ ബോഷന്മാരായ ആളുകളെ ആ സമ്പത്ത് ഏൽപ്പിക്കാൻ പാടില്ല. നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയുണ്ട്, അല്ലെങ്കിൽ അത്ര തലക്ക് ലെവലില്ലാത്തൊരു കുട്ടിയുണ്ട്, ഒരു സഫീഹാണ്, ഒരു ബോഷനാണ്, വിഡ്ഢിയാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അവരുടെ സമ്പത്ത് ഏൽപ്പിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞു? വലാ തുസ്ഫഹ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഈ ബോഷന്മാരായ ആളുകൾക്ക് കൊടുക്കരുത്. അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ, അള്ളാഹു നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ ആധാരമായി വെച്ചിട്ടുള്ള, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലനിൽപ്പിൻ്റെ ആധാരമായി വെച്ചിട്ടുള്ള സമ്പത്ത് അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, ആളുകളുണ്ടാവും. അവരെ ഏൽപ്പിക്കാൻ പാടില്ല. അവരെ ഏൽപ്പിച്ചാൽ എന്താ, ആ സമ്പത്തിനൊന്നൊരു വില കാണൂല, അവർ അതൊന്നിച്ച് നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ് സമ്പത്ത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് സമ്പത്ത്. അതാണ് ഞാൻ പറഞ്ഞാൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞത്. പിന്നെ മനുഷ്യനോട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് കാണാം, ലൗ കാന ലിബ്നി ആദം, നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെ മനുഷ്യപുത്രന് 2 തായ്വരുണ്ടായാൽ, സമ്പത്തിൻ്റെ 2 തായ്വരുണ്ടായാൽ മൂന്നാമത്തൊന്നും ഓൻ ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ ഇതാണ്. പക്ഷേ ഇസ്ലാം ഈ സമ്പത്ത് എന്ന കാര്യത്തെ അല്ല ഇസ്ലാം ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായി കാണുക. സമ്പത്ത് എന്ന ആ സത്യമല്ല, മറിച്ച് ആ സമ്പത്ത് മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ മാറ്റമാണ്. ആ സമ്പത്ത് മനുഷ്യൻ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ആ മാറ്റത്തെയാണ്. അത് കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യനത് അനുഗ്രഹമായി മാറുന്നു. അത് വേണ്ടാത്ത രൂപത്തിൽ, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യന് വിപത്തായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്തെത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ കാലും അങ്ങോട്ട് നീങ്ങുകയില്ല. 5 കാര്യത്തെപ്പറ്റി, ഒരു ഹദീസിൽ 4 കാര്യത്തെപ്പറ്റി, 4 കാര്യത്തെപ്പറ്റി ചോദിക്കാതെ മനുഷ്യൻ്റെ കാലടികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീങ്ങുകയില്ല എന്ന് പറയും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ 40, 4 കാര്യത്തെപ്പറ്റി. മറ്റൊരു റിപ്പോർട്ടിൽ അൻ 50, 5 കാര്യത്തെപ്പറ്റി. അപ്പോൾ ഈ 4 കാര്യത്തെപ്പറ്റി ചോദിക്കപ്പെടാതെ ഒരു മനുഷ്യൻ്റെ കാൽപാദങ്ങളും മുന്നോട്ട് നീങ്ങൂല പുനരുദ്ധാൻ. അതിൽ പറയുന്ന ഒന്ന് പിന്നെ അവൻ്റെ ആരോഗ്യമാണ്. മറ്റൊരു കാര്യം അവൻ്റെ സമ്പത്താണ്. ഈ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, ഏതൊക്കെ കാര്യത്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ അള്ളാഹു ജീവിതത്തിൻ്റെ നിലനിൽപ്പായി തന്നിട്ടുള്ള ഈ സമ്പത്ത്, അതിനോട് മനുഷ്യന് ആർത്തി ഉണ്ടാവും, പക്ഷേ
ആ സമ്പത്ത് അല്ലാഹു തആല നാളെ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ടാണല്ലോ സമ്പത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പറഞ്ഞതും കാണാം. നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്, നല്ല മനുഷ്യന് നല്ല സമ്പത്ത് എത്ര നല്ലതാണെന്ന. അപ്പോൾ നല്ല ഹലാലായ മാർഗത്തിലൂടെ ഒരു മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ അവൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അതവന് ഗുണകരമായിരിക്കും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സമ്പത്ത് ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം അവന് ലഭിക്കും. എന്താ തെളിവ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ജാ അൽ ഫുഖറാഉ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കുറേ ദരിദ്രനാരായണന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്ത് ചെന്നു. ഫഖാലു, എന്നിട്ട് ചോദിച്ചു, സഹബ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, സഹബ അഹ്ലുദ്ദുസൂർ മിനൽ അംവാലി ബിദ്ദറജാത്തിൽ ഉല, സമ്പത്തുള്ള പല രൂപത്തിലുള്ള സമ്പത്തുള്ള ആളുകൾ ആ സമ്പത്ത് കൊണ്ട് ഉന്നത സ്ഥാനം അവരൊക്കെ നേടി. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരുണ്ടായിരുന്നു, സമ്പത്തില്ലാത്തവരുണ്ടായിരുന്നു. അപ്പം സമ്പന്നരായ ആളുകൾ അവർ വലിയ സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നേടിയിട്ടുള്ളത്. എന്തൊക്കെയാണത്? വൻ നഈമിൽ മുഖീം, അതേപോലെ നബിയെ യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കേണ്ട. വയസ്സുമൂന കമാ നുസൂമു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന പോലെ അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ നബിയെ ആ സമ്പത്തുള്ള ആളുകൾക്ക് ആ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവർ ചെലവഴിക്കും. അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യും, അതുകൊണ്ട് അവർ ഉംറ ചെയ്യും. അതുമൂലം അവർ ഉന്നത സ്ഥാനത്ത്, ഞങ്ങളെക്കാൾ ഉന്നത സ്ഥാനത്തെത്തി ഇരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പോയി പറഞ്ഞ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുവാനാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇവിടെ ഈ ഹദീസ് ഞാൻ കൊണ്ടുവന്നത് അള്ളാഹു നൽകിയ സമ്പത്ത് എന്ന ആ അനുഗ്രഹം അത് റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുമ്പോൾ അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും മനുഷ്യൻ ഉന്നത സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ഇനി നോക്കി നിങ്ങൾ, മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് യഹ്റമു ഇബ്നു ആദം, മനുഷ്യൻ ഇങ്ങനെ വയസ്സായി വാർദ്ധക്യത്തിലാവും. പക്ഷേ വതശുബ്ബു മിൻഹു ഇസ്നത്താനി, രണ്ട് കാര്യത്തിന് വാർദ്ധക്യം ബാധിക്കൂല എന്നാണ്. അതിങ്ങനെ വളർന്ന് ശബാബായി യുവത്വക്ക് ഇങ്ങനെ വളർന്നു വരും എന്നുള്ളത്. ഒന്ന് അൽ ഹർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തി, അല്ലേ? വയസ്സാവും തോറും സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാവും. വൽ ഹർസു മുഴുവൻ നിങ്ങൾ ഉടമപ്പെടുത്തിയാലും, ഈ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ ഉടമപ്പെടുത്തിയാലും ഇതല്ല അംസക്തും, അപ്പോഴും നിങ്ങളിങ്ങനെ പിടിച്ച് പിശുക്കി അവിടെ വെക്കുന്ന ചെലവഴിക്കൂലങ്ങൾ എന്നാ. എന്തേ കാരണം? ഖശ്യത്തുൽ ഇൻഫാഖ്, അത് ചെലവഴിച്ചാൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കൂല. മനുഷ്യൻ്റെ സ്വഭാവമാണത്, അല്ലേ? എല്ലാ സമ്പത്തും നൽകിയാലും പിന്നെയും നൽകിയാലും അങ്ങനെ ഒരുമിച്ച് കൂട്ടുക എന്നല്ലാതെ. അതുകൊണ്ട് പിന്നെ യഥാർത്ഥത്തിൽ സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സമ്പാദിച്ച സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന എന്തേ ഉണ്ടാവുള്ളൂ. ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 29:58 ഹദീസിൽ ഇങ്ങനെ വിവരിക്കണ കാണാം. യഖൂലു ഇബ്നു ആദം, മനുഷ്യൻ ഇങ്ങനെ പറയുന്ന മാലി മാലി മാലി, എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ മനുഷ്യൻ പറയും. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, റസൂലിൻ്റെ ചോദ്യമാണ്, വഹല്ലക യാ ഇബ്നു ആദം, ഓ മനുഷ്യപുത്ര നിനക്കുണ്ടോ? ഇല്ലാമ അക്കൽത്ത, നീ തിന്ന് ഫഅഫ്നൈത, നീ തിന്ന് നശിപ്പിച്ചതും, ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നുരുമ്പിപ്പോയതും, ഔ തസദ്ദഖ്ത ഫഅംലൈത, നീ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്ത് അത് നടപ്പാക്കിയതുമല്ലാതെ ബാക്കി എന്താ എനിക്കുള്ളത്? ബാക്കിയൊക്കെ അനന്തരവാസികൾക്കട് പോവും എന്നുള്ളത് ശരിയല്ലത്. നമ്മളേത് എന്ന് പറയാൻ പറ്റണത് ഞാനിട്ട ഈ വസ്ത്രം അത് എത്ര കാലത്ത് നുരുമ്പിച്ചോ അതാണ് എനിക്ക് ഉപകാരപ്പെടുക. ഞാൻ എന്തൊക്കെ ഇപ്പോൾ ഈ 60 വയസ്സിൽ ഞാൻ ഭക്ഷിച്ചോ അതാണ് എനിക്ക് ഉപകാരപ്പെടുക. ഞാൻ എന്തൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്തോ പുണ്യകർമ്മങ്ങൾ ചെയ്തോ അത് മാത്രമാണ് എൻ്റേതായിട്ടുണ്ടാവുക. അങ്ങനെ ആ പുണ്യകർമ്മം, ആ സമ്പത്ത് പിന്നെ വരുമ്പോൾ അത് ഖബറിലും മനുഷ്യന് ഉപകാരപ്പെടും, പിന്നെ ഖബറിലെ ജീവിതത്തിന് ശേഷവും ഉപകാരപ്പെടും എന്ന. എന്താ തെളിവ്? യത്ബഉൽ മയ്യിത്ത് സലാസത്തുൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ 3 ആളുകൾ പിന്തുടരും. ഒന്ന് അഹ്ലുഹു, ഓൻ്റെ കുടുംബക്കാരും കുട്ടികളും മക്കളും നാട്ടുകാരും ഒക്കെ. രണ്ടാമത്തെ വമാലുഹു, അവൻ്റെ സമ്പത്ത് ഏതാ? ഓനാട്ടു പിന്നെ ധരിച്ച ഇതൊക്കെ ഉണ്ടല്ലോ.
പിന്നെ വഅമലു അവൻ്റെ അമലും അവനെ പിന്തുടരും. എന്നിട്ടോ ഫയർജുസ്നാൻ ആ മയ്യത്തും കട്ടിലും ആ കുടുംബക്കാരും ഒക്കെ അവിടെ നിന്നിട്ട് മടങ്ങും. സ്വന്തം മക്കളും എല്ലാവരും മടങ്ങും. പിന്നെ എന്താ ഉണ്ടാവുക? വയബ് കാമലു. അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് നോക്കുങ്ങൾ, നമുക്ക് ബാക്കിയാണ് എൻ്റെ പ്രവർത്തനം മാത്രം. എൻ്റെ വാപ്പയാണ്, ഞാനും ആ ഖബറിൽ ഒരു ദിവസം കിടക്കട്ടെ, നാളെ എണീച്ച് പോവാം എന്നൊരു മകനും പറയുന്നില്ല, ഒരു മകളും പറയുന്നില്ല. ഇന്നവരാരും കടന്നിട്ടുമില്ല. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ എൻ്റെ ബാപ്പൻ്റെ ഖബർ മൂടണ്ട, ഞാനൊന്ന് നോക്കിക്കട്ടെ എന്നൊരു മകനും ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കുങ്ങൾ. ഉടനെ വേഗം ആ ഖബർ പിന്നെ മയ്യത്ത് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാപ്പനെ ബാപ്പാന്ന് പോലും വിളിക്കൂല, മയ്യത്ത് എന്ന പേരായി. ആലോചിച്ച് നോക്കുങ്ങൾ. അതുവരെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ എന്ന് വിളിച്ചിരുന്ന കുട്ടികൾ, ആ കുട്ടികൾ ബാപ്പനെ നോക്കി പറയുന്ന മയ്യത്ത് എന്നാണ്. നാട്ടുകാരും സ്നേഹിതന്മാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ ആ ബാപ്പനെ വിളിക്കുന്ന പേര്, ആ സഹോദരനെ വിളിക്കുന്ന പേര് മയ്യത്ത് എന്നാണ്. പേരെന്നെ മാറി അല്ലേ? ആ മയ്യത്തിന് വേഗം മറമാടണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ മയ്യത്തിന് ബാക്കിയാവണ അവനവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത, അവൻ എന്താണോ ഹലാലായി സമ്പാദിച്ച് തിന്നതും അവൻ ധരിച്ചതും അവൻ സദക്കയായി കൊടുത്ത പുണ്യകർമ്മങ്ങളും മാത്രമാണ് അവന് ബാക്കിയാവുക എന്നുള്ളത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പിന്നെ ഖബറിലെ ആ ഭയാനകതയെപ്പറ്റിയും ഖബറിലെ ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ വിശദീകരണ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം. അവിടെ ആ ഖബറിൽ മയ്യത്തിനെ ഖബറിലേക്കാട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മലക്കുകളൊക്കെ വന്നിട്ട് വയതീഹി റജുലുൻ ഹുസ്നുൽ വജ്ഹ്, സുമുഖനായ നല്ല സൗന്ദര്യമുള്ള മുഖമുള്ള ഒരാൾ വരും. എന്താണ്? ഹുസ്ന സിയാബ്, നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടാവും. ഹുസ്നരി, നല്ല സുഗന്ധം പൂശിയ രൂപത്തിലുള്ള വസ്ത്രം, കണ്ടാലൊരു ആകർഷണം ഉണ്ടാവും എന്നർത്ഥം. ഫയക്കൂൽ, എന്നിട്ട് ആ മനുഷ്യൻ വന്നിട്ട് പറയും അബ്ശിർ, അബ്ശിർ, നീ സന്തുഷ്ടനാവുക, നീ സന്തോഷഭരിതനാവുക. ബിമാ യസുറുക്ക്, ഞാൻ പിന്നെ നിനക്ക് സന്തോഷമുള്ള കാര്യമായിട്ടാണ് വന്നത്. ഫയക്കൂൽ, അപ്പോൾ ആ കബറാളി ചോദിക്കും, മയ്യത്ത് ചോദിക്കും, ബൻ അൻത്, ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ്? ഫയക്കൂൽ, കണ്ടാൽ എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന പോലെ ഉണ്ടല്ലോ, നല്ല ആളെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പറയും അന അമലുക സ്വാലിഹ്, ജി ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ച പ്രവർത്തനമാണ് അമലു സ്വാലിഹാണ്. നിന്റെ സമ്പത്ത് കൊണ്ട് ജി ചെലവഴിച്ച, ആ സദക്ക കൊടുത്ത, സക്കാത്ത് കൊടുത്ത, അല്ലെങ്കിൽ മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്ത, നന്മകൾ ചെയ്ത ആ പ്രവർത്തനമാണ് ഞാൻ എന്ന് ആ ഖബറിൽ വെച്ച് അവൻ്റെ പ്രവർത്തനം, ആ സമ്പത്ത് വന്ന് പറയും എന്നുള്ളതാണ്. എന്നാൽ കാഫിറായ ഒരു മനുഷ്യനാണെങ്കിലോ യഅ്തീഹി റജുലുൻ കബീഹുൽ വജ്ഹ്, അവൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് വരും. എന്നിട്ടോ പിന്നെ വികൃതമായ മുഖമായിരിക്കും, അതേപോലെ കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ രൂപം. യക്കൂലു, എന്നിട്ട് ആ മലക്ക് പറയും അബ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. ബിമാ യസൂക്ക്, ആ സന്തോഷ വാർത്ത യഥാർത്ഥ സന്തോഷ വാർത്തയല്ല, മറിച്ചെന്താണ്? നിനക്ക് ദുഃഖമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന സന്തോഷം. ഫയക്കൂൽ, എന്നിട്ട് അപ്പോൾ ആ കബറാളി ചോദിക്കും, മയ്യത്ത് ചോദിക്കും, അനന്ത, ഞാരാണ്? ഫയക്കൂൽ, അപ്പോൾ ആ പിന്നെ ആള് പറയും അന അമലുക്കൽ ഖബീസ്, നിന്റെ നീചമായ നികൃഷ്ടമായ പ്രവർത്തനമാണ്, നിന്റെ ഹറാമായ പ്രവർത്തനം ആണ് ഞാൻ എന്നവിടെ വെച്ച് പറയുന്ന. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്ത്, ആ സമ്പത്തിനോടുള്ള അങ്ങേറ്റത്തെ ആർത്തി ഉണ്ടാകുമ്പോൾ, അത് ആർത്തി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിര് കവിയാൻ പാടില്ല. അതിര് കവിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഹറാമിലേക്ക് പോകും. 10 ഉള്ളത് 100 ആക്കാൻ, 1000 ആക്കാൻ, 10,000 ആക്കാൻ, കോടിയാക്കാൻ എന്ത് മാർഗമുണ്ട്? ഹലാലും ഹറാമും നോക്കാതെ അങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടും. അവിടെ നമ്മുടെ ഈ ദുനിയാവിലല്ലെങ്കിൽ പരലോകത്ത് വെച്ച് അള്ളാഹു താല നമ്മളത് മൂലം പിടികൂടും. ആ പ്രവർത്തനം ഖബറിൽ വെച്ച് തന്നെ വരും എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ അഭിസംബോധനം ചെയ്താണ് പറയുന്നത്, കുഫാറുകളെ ഒന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി വിശ്വാസം എന്ന കരാറ് ചെയ്ത വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലിക്കും. എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, നിങ്ങളേക്ക് ഒരുപാട് സമ്പത്തില്ലേ, ആ സമ്പത്തുക്കൾ നിങ്ങളെ അശ്രദ്ധയിലാക്കി കളയരുത്. വല ഔലാദുക്കും, നിങ്ങളുടെ മക്കളും എന്തിൽ നിന്ന് അശ്രദ്ധയിലാക്കാൻ പാടില്ല? അൻദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ദിക്റുള്ള എന്ന് പറയുന്നത് നമസ്കാരം, ഖുർആൻ പാരായണം, എല്ലാ നന്മകളും ദിക്റാണ്.
ഖുർആൻ പാരായണം നമസ്കാരവും മാത്രമല്ല, നോമ്പനുഷ്ഠിക്കലും അതേപോലെ മറ്റുള്ള എല്ലാ നന്മകളും അള്ളാഹുവിനെ സ്മരിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ദിക്റാണ്. അത് നമ്മൾ ദിക്ർ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ദിക്റുകളും ഔറാദുകൾ രാവിലെയും വൈകുന്നേരം ചെയ്യുന്ന പ്രാർത്ഥനകളും അതേപോലെ നമസ്കാരം, നോമ്പ്, ഇതൊക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ദിക്റിൻ്റെ എണ്ണത്തിലാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അശ്രദ്ധമാക്കി കളയരുത് വിശ്വാസികളെ. വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, നാളെ പരലോകത്ത് തീരാ നഷ്ടക്കാർ ആ വിഭാഗം ആളുകളാണെന്ന്. അപ്പോൾ സമ്പത്ത് അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അമിതമായ ആർത്തി ഉണ്ടായി നന്മകൾക്ക് തടസ്സമായി ഉത്തരവാദിത്തം നിർവഹിക്കാതെ നമ്മൾ ആ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാവാൻ പാടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമയിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഉപമയിലൂടെ കാര്യം പഠിപ്പിക്കണം എന്താ, 2 വിശക്കുന്ന ചെന്നായികൾ, ഒരു ആട്ടിൻപറ്റം അവിടെ ഉണ്ട്. ആ ആട്ടിൻപറ്റത്തിൻ്റെ അടുത്ത് ആ വിശക്കുന്ന 2 ചെന്നായികളെ കൊണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ആട്ടിൻപറ്റത്ത് അവർ വിശപ്പടക്കോളടുത്ത് നിന്ന് ആകെ കുഴപ്പം ഉണ്ടാക്കി ഒരിട്ട് പോരും അല്ലേ? എന്നാൽ ഇതിനേക്കാൾ ഭീകരമാണ് മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ. എന്താണ് കാരണം? സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ ഓൻ രഹസ്യമായി ഒരുപാട് തെറ്റുകൾ ചെയ്യും. ആരും അറിയില്ല, രഹസ്യമായിട്ടായിരിക്കും തെറ്റ്. അപ്പോൾ ഈ രഹസ്യമായി തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് സമ്പത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സ്ഥാനവും മാനമൊക്കെ കിട്ടാനുള്ള ആർത്തി ഉണ്ടാവും. വല്ല സംഘടനയിലോ അല്ലെങ്കിൽ വല്ല മതസംഘടന, രാഷ്ട്രീയ സംഘടന, ഏതാവട്ടെ, അവിടെ സ്ഥാനവും മാനവും ജാഹും മൻസിബും ഒക്കെ കിട്ടാനുള്ള അങ്ങേയറ്റത്തെ ആർത്തി ഉണ്ടാവും. സേവനം ചെയ്യാനല്ല, ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ ഒരു വേദി എന്നതല്ല, അതിന് കൂലി കിട്ടും. എന്നാൽ അതിലപ്പുറം ഞാൻ ഇന്ന സ്ഥാനത്താണ്, ഞാൻ ഇന്ന ഇതിലാണ് എന്ന ആർത്തി ഉണ്ടാകുമ്പോഴും മനുഷ്യൻ പല തെറ്റുകളിലേക്കും പോകും എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഈ ആട്ടിൻ പറ്റത്തെ ചെന്നായ്ക്കൾ നശിപ്പിക്കുന്നത് പോലെ പിന്നെ മനുഷ്യൻ്റെ ഈ ആർത്തി മനുഷ്യൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും തിന്നുകളയും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 2 രൂപത്തിലുള്ള ആർത്തിയുണ്ട്. ഒന്ന് മനുഷ്യന് അപകടം വരുത്തുന്ന രൂപത്തിലുള്ള സമ്പത്തിനോടുള്ള ആർത്തി, രണ്ടാമത് മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ആർത്തി. ഉപകാരപ്പെടുന്ന ആർത്തി ഉണ്ടാവണം. കാരണം എന്താ, എനിക്ക് സമ്പത്ത് കിട്ടിയെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ അള്ളാഹുവിനെ താഴ്ത്തി ചെയ്യാൻ അല്ലേ. എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് 10 ദീനാറാ കൊടുത്ത്, എനിക്കൊരു പിന്നെ കോടികളുണ്ടെങ്കിൽ ഞാൻ 100 കോടി കൊടുക്കുമായിരുന്നു എന്ന് ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ആർത്തി നല്ലതാണ്. എന്നാൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ സമ്പാദിക്കുക, വീണ്ടും മറ്റോണ്ട് കവർന്നെടുക്കുക, ഇതാണല്ലോ പരീക്ഷയിലൂടെയൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഇതുണ്ടാകുമ്പോൾ അത് മനുഷ്യന് നാശമായി വരും എന്നുള്ളതാണ്. ചില ഹുക്കമാക്കൾ, ചില ഫിലോസഫർമാർ പറയുന്നത് കാണാം. ഒരു സഹോദരനോട് ഇങ്ങനെ, അയാൾ സമ്പത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തിയുള്ള ഒരു സഹോദരനാണ്. അയാളോട് പറയാണ്, ഫഇന്നക ഖദ് അസ്ബഹത ഹരീസൻ അല ദുനിയ തഖ്ദിമുഹ. ഇനി ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ആർത്തി ഉണ്ടായി, ആ ദുനിയാവിന് സേവനം ചെയ്യുന്നവനായി നീ. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും വഹിയ തുരിച്ചുക, ആ ദുനിയാവ് എന്നെ പുറത്താക്കൂടാന്ന്. ആലോചിച്ച് നോക്കൂ, ദുനിയാവിൽ നിങ്ങൾ അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് എത്ര ആർത്തിയോട് കൂടി നിങ്ങൾ പ്രവർത്തിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ദുനിയാവ് നിങ്ങളവിടെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മരിപ്പിക്കും എന്നർത്ഥം അല്ലേ. അള്ളാഹുത്തെ ആ ദുനിയാവ് ഉണ്ടാവില്ല, നിങ്ങൾ ചെയ്ത സേവനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മറിച്ച് അവിടെ നിങ്ങളെ പുറത്താക്കും എന്നുള്ളത്. പിന്നെ ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ ഈ ആർത്തി കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ മാറാവ്യാധി രോഗങ്ങൾ വരാൻ കാരണമാവും അല്ലേ. വലിയ ആഫത്തുകളും മുസീബത്തുകളും ഒക്കെ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്ന മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കൂടുമ്പോൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പത്തുണ്ടാക്കണം. അതിനിപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗമാണ് വേശ്യാലയം ഇടുക എന്നുള്ളത്. എന്നാൽ വേശ്യാലയം ഇടുക, ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് സമ്പത്ത് ഇങ്ങനെ വരും അല്ലേ. നല്ല ബിസിനസ്സാണ്. മയക്കുമരുന്ന് നല്ല ബിസിനസ്സാണ്. അപ്പോൾ അതിലൂടെ സമ്പത്ത് ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കുന്നുകൂടും. അങ്ങനെ ആകുമ്പോൾ ആ രൂപത്തിൽ മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, അത്തരം ആളുകൾക്ക് അള്ളാഹു തആല മാറാവധി
പിന്നെ വബാ, കോളറ പോലുള്ള രോഗങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഇത്തരം മനുഷ്യന്മാരെ പരീക്ഷിക്കും എന്നുള്ളതാണ്. മുൻ സമുദായത്തിലില്ലാത്ത രൂപത്തിലുള്ള വേദനകൾ, രോഗങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഇന്ന് നമ്മളെ ഇതിലൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കി, നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, എന്താ ഇപ്പോൾ പേര് പറയാൻ പറ്റാത്ത ഒരുപാട് പനികൾ, അതിശക്തമായ വേദന അല്ലേ, ഒരിക്കലും അയാൾക്ക് എണീറ്റിക്കാൻ കഴിയില്ല. എന്താ കാരണം എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ അയാൾ സമ്പന്നനാണ്, വലിയ സമ്പന്നനാണ് താനും. അതൊക്കെ ഇതിനൊക്കെ കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ചെയ്തികളായേക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നാം സമ്പത്ത് എന്ന അനുഗ്രഹം കിട്ടുമ്പോൾ ആ കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ അത് നമ്മെ കൊണ്ട് നാശത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇനി സമ്പത്ത് ഉണ്ടായാൽ അത് ശരിക്ക് പിന്നെ ആസ്വദിക്കണം. ചില ആളുകൾ മനസ്സിലാക്കിയ സമ്പത്തുണ്ടെങ്കിലും ഞാനൊരു ദരിദ്രനായിട്ട് ഇങ്ങനെ നടക്കണം എന്ന്, അത് പാടില്ല എന്നുള്ളതാണ്. സമ്പത്തുള്ള ആൾ സമ്പത്തുള്ളത് പോലെ തന്നെ നടക്കണം, അങ്ങനെ തന്നെ ജീവിക്കണം. എന്താ തെളിവ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ച് അള്ളാഹ് പറയാണ്, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, അള്ളാഹു തആല നാം നിങ്ങൾക്ക് നൽകിയതിൽ നല്ല സുഭിക്ഷമായ നല്ല വിശിഷ്ടമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്നാ. ആ സമ്പത്തുള്ളവർക്ക് നല്ല ഭക്ഷണം, ആ തയ്യിബാത്തൊക്കെ കിട്ടുള്ളൂ അല്ലേ. അത് ഹലാല് ഏറ്റവും നല്ലത് കിട്ടണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കണം. പക്ഷേ അവിടെ നിർത്തരുത് നിങ്ങൾ. വഷ്കുറു ലില്ലാ, അള്ളാഹുവിന് നിങ്ങൾ നന്ദിയും ചെയ്യണം എന്നുള്ളതാണ്. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനാര്. അപ്പോൾ സമ്പത്ത് ഉള്ള ഒരു മനുഷ്യൻ അതില്ലാത്തവനെ പോലെ അഭിനയിച്ച് നടക്കാൻ പാടില്ല. രണ്ടാമത്തെ വിശുദ്ധ ഖുർആൻ്റെ ഒരു ചോദ്യം, അല്ലാഹു തആല മനുഷ്യന് സീനത്തായി കൊടുത്തതാണ് ഈ സമ്പത്ത്. അതൊരാൾക്കും മറ്റൊരാൾക്കും തടയപ്പെടാൻ നമുക്ക് അവകാശമില്ല എന്ന്. കുൽമൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദി, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിയാന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഈ സമ്പത്ത് എന്ന സീനത്ത് അത് ഹറാമാക്കാൻ അവകാശമുള്ളവൻ ആരാണ്? ഒരാൾക്കും അത് തടയാൻ അവകാശമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുലു വഷ്റബു, തിന്നോളി, നിങ്ങൾ സുഭിക്ഷമായി തിന്നോളി, വഷ്റബു, നിങ്ങൾ കുടിച്ചോളി, വതസദ്ദഖു, നിങ്ങൾ പിന്നെ സദക്ക കൊടുക്കണം, വൽബസു ഖൈറ മഹീലത്തിൻ വലാ സർഫി, അമിതത്വം കാണിച്ചുകൊണ്ടോ പൊങ്ങച്ചം കാണിക്കാത്ത രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വസ്ത്രം ധരിക്കണം, കുടിക്കണം. പിന്നെ അത് ഭക്ഷണപാനീയങ്ങളിലാലും അവിടെ നിന്നും പൊങ്ങച്ചം വരാൻ പാടില്ല. അതേപോലെ അമിതത്വവും വരാൻ പാടില്ല. സമ്പത്ത് ഉണ്ട് വിചാരിച്ച് വെറുതെ വേസ്റ്റാക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹറാമിൽ നിന്ന് അകന്ന് നിൽക്കണം. പിന്നെ സമ്പത്തുള്ള ആളുകൾ തന്നെ പിന്നെ ഇങ്ങനെ യാചിക്കാൻ പോകണം, അങ്ങനെ യാചിക്കാൻ പോകാൻ പാടില്ല. അതേപോലെ സമ്പത്തുള്ള ആളുകളെ തന്നെ അയാളുടെ പ്രയാസങ്ങൾ ഇങ്ങനെ മറ്റവരോട് ഇങ്ങനെ പറയും, അങ്ങനെ പ്രയാസങ്ങൾ പറയാനും ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അതവൻ്റെ സമ്പത്ത് കൊണ്ട് പരിഹരിക്കണം എന്നുള്ളതാണ്. അതേപോലെ മറ്റുള്ളവൻ്റെ കയ്യിലുള്ളത് ഞാനിങ്ങനെ വാരിക്കൂട്ടാൻ ആഗ്രഹിക്കാനും അതും പാടുള്ളതല്ല എന്നുള്ളതാണ്. അത് അള്ളാഹു അവന് കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹം എടുത്തു പറയണം, അത് സമ്പത്താണെങ്കിലും അല്ലാത്തതാണെങ്കിലും. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ള ചെയ്ത അനുഗ്രഹത്തെ എടുത്തു പറയണം എന്നുള്ളതാണ്. എനിക്ക് അള്ള ഇതൊക്കെ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ എടുത്തു പറയണം, നാവ് കൊണ്ട് പറയും വേണം, അതിന് ശുക്ർ ചെയ്യും വേണം എന്നുള്ളതാണ്. അതേപോലെ അതിൻ്റെ അള്ളാഹുവിൻ്റെ അവകാശമായ സക്കാത്തും സദക്കയൊക്കെ കൊടുക്കണം, പിന്നെ അതിന് ശുക്ർ ചെയ്യണം എന്നുള്ളത്. അപ്പം സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് താഅത്ത് ചെയ്യണ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിൽ അതിനെ ചെലവഴിച്ചാൽ ആ സമ്പത്തവന് അനുഗ്രഹമാണ്. സമ്പത്ത് എന്ന് പറയുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ അവൻ ഉപയോഗിക്കുമ്പോൾ അത് അവന് പിന്നെ ആപത്തായി മാറും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഫവല്ലാഹി ലൽ ഫക്രു അഖ്ഷ അലൈക്കും, ദാരിദ്ര്യത്തല്ല നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പേടി, നിങ്ങളൊക്കെ ഫുഖറാക്കളാണെങ്കിലല്ല എനിക്ക് പേടി, വലാകിന്നി അഖ്ഷ അലൈക്കും, വലാകിൻ അഖ്ഷ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ പേടി അൻതുബ്സതാലൈക്കും ദുനിയ, ദുനിയാവ് ഇങ്ങോട്ട് വിശാല കണ്ടമാനം സമ്പത്തുണ്ടാവുന്നതിനെയാണ് എനിക്ക് ഭയം. ഏതുപോലെ കമാ ബുസിത്തത്ത് അലാമങ്കാനക്കബ്, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് സമ്പത്ത് കണ്ടമാനം ദുനിയാവ് കിട്ടിയപ്പോൾ എന്തായി? അവർ ഫതനാഫസൂഹ, അവരാ സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്സര്യം നടത്തി. കമാ തനാഫസു, അങ്ങനെ നിങ്ങൾ മാത്സര്യം നടത്തും, അവർ മാത്സര്യം നടത്തിയ പോലെ. വതുൽഹിക്കും കമാ വതുഹ്ലിക്കും കമാ അഹ്ലക്തുഹും, ആ മാത്സര്യം
ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ നടത്തിയ മാത്സര്യമാണ് അവരൊക്കെ നശിച്ചു പോകാനുള്ള കാരണം. ഇതേപോലെ നിങ്ങളും നശിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം സമ്പത്ത് അനുഗ്രഹമാണ്, അതിൽ എന്തുണ്ടാകാൻ പാടില്ല, അത് വിശാലമാവണേന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമാവുക എന്ന് പറയുന്നത് കണ്ടമാനം സമ്പത്ത് ഒരുമിച്ചുകൂടാ, അത് ഭയപ്പെടേണ്ട ഒരു രംഗമാണ്. നമ്മൾ ആവശ്യങ്ങളൊക്കെ അങ്ങനെ നിറവേറ്റി പോകണം. അതാണ് ഏറ്റവും നല്ലത് ഖബറിലെ ചോദ്യത്തിനും നാളെ പരലോകത്തെ ചോദ്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും, പിന്നെ അള്ളാഹ് പറയുന്നത് ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ ഈ ഫിത്ന എന്ന് പറയുന്നത്? അള്ളാഹിൻ്റെ റസൂൽ പറയാം, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായത്തിനും അല്ലാഹു തആല ഒരു ഫിത്ന നൽകിയിട്ടുണ്ട്. വഫിത്ന ഉമ്മത്തി അൽമാൽ, എൻ്റെ സമുദായത്തിൽ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സമ്പത്ത് നമുക്കൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ സമ്പത്ത് ഇന്നല്ലെങ്കിൽ നാളെ നീങ്ങിപ്പോവും, ഉറപ്പാണ് അല്ലേ? എത്ര നമ്മൾ കുന്നുകൂട്ടിയാലും ആ സമ്പത്ത് അവിടെ വിട്ടേച്ചുകൊണ്ട് ഞാനങ്ങളൊക്കെ പോകും, അല്ലെങ്കിൽ സമ്പത്തെ നമ്മളവിടെ ഒഴിവാക്കും ഏതെങ്കിലും കാരണവശാൽ അല്ലേ? ചിലപ്പം വലിയ സമ്പത്തുണ്ടാവും, ഒരു നേരത്തെ ഭക്ഷണം, ഒരു വെള്ളം, ഒരു മുറിക്കിറക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള രോഗം ദുനിയാവിൽ തന്നെ അള്ളാഹു തരുന്നൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇഅ്ലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, പരസ്പരം ഫഖർ നടിക്കലാണ്, മക്കളിലും സമ്പത്തുക്കളിലുള്ള പെരുമ നടിക്കലാണ് ഈ ഐഹിക ജീവിതം എന്ന് അള്ളാഹ് പിന്നെ അവിടെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് മനുഷ്യനെ എപ്പോഴും അതിക്രമം പ്രവർത്തിക്കാൻ, അതിര് കവിയാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്ന. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ അക്രമം പ്രവർത്തിക്കും, അതിര് കവിയും. എന്താ കാരണം? അൻറഗാസ്തഗന, ഞാൻ എല്ലാത്തിനും മതിയായവനാണ്, എനിക്കിപ്പോൾ ജീവിക്കാനുള്ള സമ്പത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഇനി പോവാനെ ആശ്രയിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്ന ആ ധാരണ വരുമ്പോൾ മനുഷ്യൻ എന്താവും? അതിക്രമം പ്രവർത്തിക്കും. അത് സൂക്ഷിക്കണം എന്നതാണ്. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്, മറ്റൊരായത്ത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടിയാന്മാർക്ക് റിസ്ക് കണ്ടമാനം ചൊരിഞ്ഞു കൊടുത്താൽ അവർ ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കും, അവർ തുകയാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ജാഹിലിയ കാലഘട്ടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്ത്, ജാഹിലിയ കാലഘട്ടത്ത് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ്? പരലോകത്തിൽ അവർക്ക് വിശ്വാസമല്ല, എന്നാലും ഓലെ വിശ്വാസം എന്താ? ഏറ്റവും കൂടുതൽ സ്ഥാനവും മാനവും സമ്പത്തുള്ള ആള് അഥവാ മരിച്ചു കഴിഞ്ഞാലും ആ പരലോകത്തെത്തിയിട്ട് അങ്ങനെ ഒരു പരലോകം ഉണ്ട് എങ്കിൽ ആ പരലോകത്ത് ഇതേ ആളുകൾ തന്നെ സമ്പന്നരായി വരും എന്നതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെ വിശ്വാസം. വക്കാലു, വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ സബയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വക്കാലു നഹ്നു അക്സറു അംവാല, നഹ്നു അക്സറു അംവാലും വ ഔലാദ, ഞങ്ങളാണ് ഏറ്റവും മക്കളും സമ്പത്തും ഏറ്റവും കൂടുതലുള്ള ഞങ്ങളാണ്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്ന വിശ്വാസമാണ് ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്ന ആ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ രൂപത്തിൽ അതിക്രമം പ്രവർത്തിക്കാൻ, പിന്നെ വിശ്വാസത്തിൽ അതിര് കവിയാനൊക്കെ ഈ സമ്പത്ത് കാരണമാക്കും. അതും നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അപ്പോൾ മനുഷ്യന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു രംഗം എന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഫിത്ന എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഫിത്ന എന്ന് പറയുന്നത്, മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കൂല. ഞാൻ അഥവാക്കെ ഉണ്ടെങ്കിലും അതൊരു ലാഘവത്തോടു കൂടി, ഞാൻ ഇപ്പോൾ തിന്നണ ഈ ഭക്ഷണം അത് ഹലാലാണോ ഹറാമാണെന്ന് അറിയാം, അതൊക്കെ ഒരു ലാഘവത്തോടു കൂടി ഇങ്ങനെ കാണും അല്ലേ? അല്ലെങ്കിൽ ഓൻ്റെ തട്ടിയെടുത്തതാവും, എന്നാലും അതിനൊരു ഗൗരവം കാണിക്കൂല, ആ തട്ടിയെടുത്തതോ കളവാക്കിയതോ മോഷ്ടിച്ചോ എന്നുള്ളത്. മറിച്ച് അതൊക്കെ ഒരു ലാഘവത്തോടു കൂടി. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഅ്തി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, ലാ യുബാലി അൽ മർ, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ മൈൻഡ് ചെയ്യില്ല,
മ അഹദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ആ മനുഷ്യൻ ഭക്ഷിക്കണ അവൻ എടുത്തിട്ടുള്ളത് ഹലാൽ എന്നാണോ ഹറാം എന്നാണോന്നോ അങ്ങനെ ഒരു മൈൻഡൊന്നും ഉണ്ടാവില്ല. എന്താ കിട്ടിയൊക്കെ എൻ്റെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നമസ്കരിച്ചിട്ടും എന്ത് കൈ നീട്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണാം, ഒരു മനുഷ്യൻ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ കയ്യും ഉയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. അയാൾ പിന്നെ യാത്രയുടെ പിന്നെ ആ ദീർഘ ഇത് കാരണം അയാളെ തലമുടിയൊക്കെ പിന്നെ പൊടിപടലം പിടിച്ച് ആകെ ചുക്കിച്ചുളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ പള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള പറയാം വ മത്അമുഹു ഹറാം. അയാൾ യാത്രക്ക് പോയി ആ കച്ചവടം ചെയ്തുണ്ടാക്കിയ അയാളുടെ ഭക്ഷണം മുഴുവൻ ഹറാമാണ്. വമശ്റബുഹു ഹറാം. അയാളുടെ പാനീയം അയാൾ കുടിച്ചതൊക്കെ ഹറാമാണ്. വമൽബസു ഹറാം. അയാൾ ധരിച്ചതും ഹറാമാണ്. പിന്നെ വഖുദ്സിയ ബിൽ ഹറാം. അയാളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ രക്തം ആ പോഷകങ്ങൾ മുഴുവൻ ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. ഈ മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്, എങ്ങനെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറ്റാരും കാണുന്നില്ലോ എന്നുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം തടയപ്പെടുന്ന കാര്യമാണ് നമ്മുടെ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കും. അത് ചിലപ്പം ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ ഞാൻ വലിയ കോടീശ്വരനാവും, ഞാൻ അമ്പലത്തിനോട് കൊടുക്കും അല്ലേ, അവിടെ ബിംബുണ്ടാക്കാനും മറ്റേനൊക്കെ ഞാനത് കൊടുക്കും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി ഒരു നന്മ നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു രൂപത്തിലുള്ള ചെലവഴിക്കലും പാടില്ല. എന്താ കാരണം? ഇന്നല്ലദീന കഫറു. അവിശ്വാസികളായ ആളുകൾ യുംഫിക്കൂന അംവാലഹും, അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കണം എന്തിനാ? ലിയസുദ്ദു അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ നിന്ന് ആ തൗഹീദിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഒരു സമ്പത്തും ചെലവഴിക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊരു ധാരണ ഉണ്ട്, പിന്നെ ആ സമ്പന്നരായ ആളുകൾക്ക് ഇതൊക്കെ പടച്ചോ എനിക്ക് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ആദരവാണ് എന്നോട്. അല്ലെങ്കിൽ ചിലർക്ക് സമ്പത്ത് ഉണ്ടാവില്ല, കുറവേക്കാരം. അപ്പോൾ ഓൻ വിചാരിക്കും അള്ളാഹ് എന്നെ ആദരിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഈ കുറഞ്ഞ സമ്പത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരാളെ ധനികനായി എന്നുള്ളത് അള്ളാഹു ആദരിച്ചതിനുള്ള തെളിവല്ല. ഒരാളെ ദരിദ്രനാക്കി അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞവനാക്കി എന്നുള്ളതും പിന്നെ അനാദരവിന് പിന്നെ തെളിവല്ല. എന്താ തെളിവ്? അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു. ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാൽ ഫ അക്റമഹു വ നഅമഹു, അവനെ ആദരിക്കുകയും അവനെല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത് ബഹുമാനിക്കുകയും ചെയ്താൽ ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ രക്ഷിതാവനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന. വ അമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. ഒരു മനുഷ്യൻ അള്ളാഹു തആല പരീക്ഷിച്ച് അവൻ്റെ ഉപജീവന മാർഗം ഒരല്പം ഇടുസാക്കി കഴിഞ്ഞാൽ ഫയഖൂലു, ആ മനുഷ്യൻ പറയും അഹാനൻ, അള്ളാഹു എന്നെ നിന്ദനാക്കി അപമാനിച്ചു. എന്നാൽ അത് രണ്ടുമല്ല, നക്കല്ല, രണ്ടുമല്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടായി എന്നുള്ളത് ആദരവിൻ്റെ തെളിവല്ല, സമ്പത്തില്ലാതെ ദരിദ്രനായി എന്നതും ആദരവിൻ്റെ തെളിവല്ല. മറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഈ സമ്പത്ത് തരാതിരുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്കതിനൊക്കെ ചികിത്സ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതാണ് റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണഘട്ട സമ്പത്ത് ഉണ്ടാവുമ്പോഴും ഓൻ അതിര് കവിയില്ല, സമ്പത്തില്ലാതെ ദരിദ്രനാകുമ്പോഴും അവൻ അതിര് കവിയില്ല. വിശ്വാസം ഉണ്ടാകും മനുഷ്യന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറ. ഒരാൾ ദുനിയാവ് എന്നാണ് ഓൻ്റെ മനസ്സിലെല്ലാ പിന്നെ 100% ഓൻ്റെ ആഗ്രഹം, എല്ലാ സമയത്തും ഓൻ്റെ ആഗ്രഹം ദുനിയാവ് കിട്ടണം, ഭാര്യക്കൂട്ടണം എന്നാണെങ്കിൽ അള്ളാഹു തആല ഓൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ഛിന്ന ഭിന്നമാക്കി കളയുന്ന. പിന്നെ അവന് കാണുന്നതൊക്കെ അവന് ദാരിദ്ര്യമായിട്ട് തോന്നും. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ദാരിദ്ര്യം അവൻ്റെ മനസ്സിലുണ്ടാവുന്ന. എന്നാലോ
ഓൻ എത്ര വാരിക്കൂട്ടാൻ ശ്രമിച്ചാലും അള്ളാഹ് കണക്കാക്കിയത് ഓൻ്റെ പോക്കറ്റിൽ ഓനാക്കാൻ സാധിക്കുള്ളൂ എന്ന്. എന്നാൽ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അധ്വാനിക്കുകയാണെങ്കിലോ അയാളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരും. അയാൾക്ക് കിട്ടുന്നത് കൊണ്ട് അയാളുടെ മനസ്സിൽ അള്ളാഹു തആല ഒരു ധന്യത ഉണ്ടാക്കിക്കൊണ്ട് അയാൾ അറിയാത്ത രൂപത്തിൽ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്തിൻ്റെ തിന്മയിൽ നിന്ന് അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ തിന്മയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടിനും തിന്മയുണ്ട്. സമ്പത്തിനും തിന്മയുണ്ട്, ദാരിദ്ര്യത്തിനും തിന്മയുണ്ട്. സമ്പത്തിന് നന്മയുണ്ട്, ദാരിദ്ര്യത്തിനും നന്മയുണ്ട്. അപ്പോൾ ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് രക്ഷ തേടാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഈ ആയത്ത് ഇങ്ങോട്ട് ഓതുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം. വ ഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ്. അള്ളാഹ് ചെറിയ 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മനുഷ്യൻ്റെ ആ സമ്പത്തിനോടുള്ള എല്ലാ വശങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ചെറിയ പദമാണത്. അതുകൊണ്ട് ആ ആയത്ത് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ വിശുദ്ധ ഖുർആനിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.